എയർപോർട്ട് കാണുമ്പോൾ നീ പോവാ ഇടയ്ക്കടി എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പോണതല്ല. നമുക്ക് ഈ 1.5 ആഴ്ചക്കകത്ത് ഒരു 3 എയർപോർട്ട് ഉണ്ടായി. അപ്പോൾ 3 നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ ആദ്യം ഭാവി അളീനെ കൊണ്ടുവന്നാക്കാൻ പോണതാണ്. ആളും ഭയങ്കര സാഡാണ്. ഈ പ്രവാസികളൊക്കെയും തിരിച്ച് എയർപോർട്ടിലേക്ക് പോണ സമയത്ത് ഒരു വല്ലാത്ത ഫീലിങ്സ് ആയിരിക്കും. അങ്ങോട്ട് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അളിയനെ കൊണ്ടുവന്നാക്കി ഫോട്ടോ എടുത്ത് ടാറ്റ കൊടുത്ത് അളിയനെ പാക്ക് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സാഡാണ് നാട്ടിൽ നിന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പലരുടെയും ഓരോ അവസ്ഥകൾ കാരണം നമ്മൾ പോയി അവിടെ പെടണു. ഫാമിലി ആയിട്ട് അവിടെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ. ആളെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ ചെക്കന് ഫ്ലൈറ്റും ട്രെയിനും കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ നിർത്തി. നമ്മളെ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ജസ്റ്റ് കയറി ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങണേന് നമുക്ക് പൈസ ചിലവൊന്നുമില്ല കേട്ടോ. അതായത് 8 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തിറങ്ങി 1 രൂപ കൊടുക്കണ്ട. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ പാർക്ക് ചെയ്യുമ്പോൾ 100 രൂപ കയ്യിൽ കൊടുക്കണം. ചെക്കൻ ഫ്ലൈറ്റും ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഇത്ര അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായി. സംഭവം അടിപൊളി വ്യൂ ആണ്. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീട് പിടിക്കും. രാവിലെ എല്ലാ ഏരിയയും നോർ പാർക്കിംഗ് ആണ്. പോരണ വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു ഗീ റോസ്റ്റ് അടിച്ചു വിട്ടാ. അവിടെ കയറി പിന്നെ ഗീ റോസ്റ്റ് നിർബന്ധമാണല്ലോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി പിടിക്കണത് നേരെ ഫിൻലാൻഡിൽ നിന്ന് പറഞ്ഞ ആൻഡോ അബ്രാഹിമിനെ കൊണ്ടുവരാനാ. നമ്മുടെ സോൾ ഗഡിയാണ് കേട്ടോ. അവൻ ഡിപ്ലോമയ്ക്കൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. ആള് സംഭവം വരുന്നത് 5 കൊല്ലത്തിന് ശേഷമാണ്. അമ്മയ്ക്ക് മാത്രം സർപ്രൈസ് ഉള്ളൂ കേട്ടോ, വേറെ ആർക്കും ഇല്ല. പിന്നെ ഇവന് ഇന്നത് കുറച്ച് കണ്ടകശനിയാ തോന്നുന്നു. അവന് വിചാരിച്ച വണ്ടിയും കിട്ടിയില്ല. പോണ വഴിക്ക് ഒടുക്കത്തെ ബ്ലോക്ക്. അനിയനെ പിക്ക് ചെയ്ത് അവനെ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. പക്ഷെ പ്ലാൻ മൊത്തം മാറി. കാരണം അനിയൻ ലേറ്റായി. അനിയനെ കിട്ടാതെ കാരണം നമ്മൾ വേറൊരു കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോവാ. ഇവരൊക്കെ നമ്മൾ സോൾ ഗഡികളാണ് കേട്ടോ. ഈ വരവിൽ ഒരു കല്യാണം കൂടാനുള്ള പരിപാടി ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ നടന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെക്കൻ ഫിൻലാൻഡിൽ CNC ഓപ്പറേറ്ററാണ്. 2-3 ലക്ഷം രൂപ ശമ്പളം സിമ്പിളായിട്ട് അടിക്കാം. ചെക്കന് അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു വീടുണ്ട് മംഗലം ഡാമിൻ്റെ അടുത്താണ്. അപ്പോൾ ക്രിസ്ത്യൻസ് ആണ്. കല്യാണാലോചന വല്ലണെങ്കിൽ വിളിച്ചോ, പരിപാടി നടക്കും. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ കൊണ്ടുകൂട്ടാ. ചെറിയ പരിപാടി ഒന്നല്ല, ഫിൻലാൻഡിലെത്തും. അത് കഴിഞ്ഞ് നേരെ പോയി. ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ ഐഫോൺ പോലെയാ. ഐഫോണും പ്രവാസമൊക്കെ ഏകദേശം ഒരേപോലെ. ഐഫോൺ വാങ്ങി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മാറ്റൂല. പ്രവാസത്തിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല. നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ അധികം നാൾ നിൽക്കുന്നത് അത്ര നല്ലതല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കേട്ടാ. പിന്നെ പുതിയ തലമുറയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രവാസിയായി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പഠിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ഹെൽപ്പ് കൂടാതെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള ഒരു ഇതും കിട്ടും. ഗൾഫിലത്തെ കടികൾ കുലിക്കണ മരത്തിന് കാശ് വീഴില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവും. അതാണ് മെയിൻ കേസ്. ഒരു 1500 റിയാൽ മിനിമം സാലറി ഇല്ലാണ്ട് നമ്മൾ അവിടെ പോകണതിൽ ഒരു അർത്ഥമില്ല. കാരണം ആ പൈസ നമുക്ക് വീട്ടിൽ ബിസിനസ് ചെയ്തോ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കാവുന്ന കേസാണ്. ഓടിപ്പോയി അവിടെ പോയി പെട്ട് വെറും 1200 1300 രൂപയ്ക്ക് പണിത് അതിൽ നിന്ന് ഒരു 500 രൂപ നാട്ടിലേക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഉള്ള ജീവിതം പോവും, ആ സമയവും പോവും. അതിന് ഭേദം നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സേഫാണ്. ആൾക്കാരെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുമ്പോഴുള്ളൊരു സന്തോഷം അതൊരു വേറെ ലെവലാണ്. അതുപോലെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോഴുള്ള ദുഃഖം അതും വേറൊരു രീതിയാണ്. കാരണം ഫീലിങ്സാണ് ഇതിൻ്റെ മുഖ്യം. നമ്മളങ്ങോട്ട് പോണത് കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറി ഒന്ന് സെറ്റാവാനായിരിക്കും പോവുക. പക്ഷെ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ ആ തീരുമാനങ്ങളൊന്നും മാറില്ല. ആ പൈസ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചെക്കനെ പിക്ക് ചെയ്തു കേട്ടോ. അനിയങ്കടി വന്നില്ല. ചെക്കനെ പിക്ക് ചെയ്ത് എറണാകുളത്ത് നിന്ന് കയറ്റി. എളുപ്പമല്ലട്ടോ. ചില്ലറക്കാരനല്ല, ചെറിയ ഗുണ്ടുമണിയാണെങ്കിലും ഞങ്ങളുടെ ഫെലിക്സ് കുട്ടനാണ്. കാറിൻ്റെക്ക് മോഡിഫിക്കേഷൻ്റെ മെയിൻ ഗടിയാ. ആൻഡപ്പ് ഇരുന്നിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂറായി ചെന്ന് പിക്ക് ചെയ്തു. ആൻഡപ്പിന്റെ റോള് നോക്കും. ഫിൻലാൻഡ് ആൻഡപ്പൻ എളുപ്പമല്ല. കാറിൽ കയറ്റി നേരെ കൊണ്ടുവന്നത്. അനിയൻ ഇപ്പോഴാണ് വരണേ. 1 മണിക്ക് ആ ചേട്ടൻ വന്ന് 3 മണിയായപ്പോഴാണ് അനിയൻ വരണേ. സാധാരണ അനിയൻ പോയി ചേട്ടനെയാണ് കൊണ്ടുവരാറ്. ഇവിടെ നേരെ തിരിച്ച് ചേട്ടൻ പോയി അനിയനെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവനെ ഡ്രോപ്പ് ചെയ്തു. അടുത്തത് നമുക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ പെങ്ങള് കയറി പോവാണ്. അപ്പോൾ അവളുടെ വെക്കേഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോണത് ടാറ്റ പറഞ്ഞ് കയറ്റി വിടാൻ പോവുക. നമ്മളെക്കാളും കൂടുതൽ വിഷം നമ്മുടെ പിള്ളേർക്ക് കേട്ടാ. കാരണം അവള് പൊടിന് പോലെ നോക്കുക നമ്മുടെ ഉണ്ണിയോളെ. അവള് വന്ന് 1 മാസം നമ്മൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കിയായിരുന്നു കുഞ്ഞുകളുടെ. അങ്ങനെ ലഗേജുകളൊക്കെ ഇറക്കി കാറ് നേരെ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി. അവിടെ താഴ്ത്തിട്ട് 100 രൂപ കൊടുത്ത് 100 രൂപ ക്യാഷ് കൊടുക്കണം കേട്ടോ. അവിടെ കൊടുത്ത് നമ്മൾ കയറി. എന്താ തിരക്കെന്ന് അറിയും. ഇന്നലെ ദിവസമായ കാരണമാണോ ടിക്കറ്റിന് ചാർജ് കുറഞ്ഞ കാരണമാണോ എന്ന് അറിയില്ല. നല്ല തിരക്കായിരുന്നു. അപ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. പ്രവാസത്തിനെ കുറിച്ച് ഒരു ജോലി ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് ഇത്രയും ചെറുപ്പത്തിൽ നമ്മൾ ജോലി ചെയ്ത് ആ പൈസയ്ക്ക് നമ്മൾ അധ്വാനിച്ച് ആ പൈസ സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതുകൊണ്ട് അവൾ പോണതിൽ വിഷമം ഉണ്ടെങ്കിലും അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവൾ പോണത്. അപ്പോൾ അവളെ കൊണ്ടുവന്നാക്കി നമ്മൾ തിരിച്ചു വരവാണ്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോൾ അവളുണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്ന ടൈമിൽ ഒരു മൈൻഡിലൊരു കാര്യം വരും. മൊത്തം ബ്ലാങ്കായി. ഇത്ര നാൾ നമ്മൾ പിള്ളേരിനെയും വൈഫിൻ്റെയൊക്കെയും കൂടെ
ആഘോഷിച്ച കാര്യങ്ങളെല്ലാം കയറി വരും. മാക്സിമം അവിടെ എത്താൻ കുറച്ച് നാൾ നിൽക്കുക, വീണ്ടും തിരിച്ചു വരിക. ആ ഒരു മൈൻഡിലാണ് നമ്മൾ പോണത്. എല്ലാ കാര്യങ്ങളും ശരിയാവും. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്നലെ. അങ്ങനെ അവളെ കൊണ്ടുവന്നാക്കി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബായ്. വെക്കേഷന് നാട്ടിലെത്തുമ്പോഴേക്കും എന്നാ തിരിച്ചു പോകണം എന്നുള്ള ചോദ്യം ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കുക.